ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ഒരു വിവാദമായിരുന്നു. നമ്മുടെ അഭിഷേക് ശ്രീകുമാർ അഭിഷേക് കെ ജയദേവിനെ കെ എന്താണെന്ന് ചോദിച്ചത്. അല്ല, അയാളെന്ന് ഈ കുണ്ടൻ എന്നുള്ള വാക്ക് തന്നെയാണ് ഉദ്ദേശിച്ചത്. അത് മോശമായിട്ടുള്ള കാര്യമാണ്. അന്ന് നമ്മൾ ആവോളം അഭിഷേക് ശ്രീകുമാറിനെ മോശമായിട്ട് പറഞ്ഞതാണ്. ഇപ്പോൾ കുറച്ച് സംഭവങ്ങൾ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഭിഷേക് കെ ജയദീപിൻ്റെ ഇൻസ്റ്റാ പേജിൽ ഞാൻ സന്ദർശിച്ചപ്പോൾ കുറച്ച് ഫോട്ടോസും മറ്റുമൊക്കെ കണ്ടു. അപ്പം അതിനകത്ത് സ്റ്റോറി ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഈ വി സി എന്ന് പറയുന്ന ഒരു പയ്യൻ, ഒരു കൊച്ചു പയ്യനുമായിട്ട് ഏതോ ഒരു ഇതിനകത്ത് വന്ന് തർക്കത്തിലാവുകയും അതിന് ശേഷം അവൻ ഈ പറയുമാതിരി ഇൻബോക്സിൽ വന്ന്, അതായത് അഭിഷേക് കെ ജയകുമാർ ഇതേ കണക്ക് ഇൻബോക്സിൽ വന്ന് ഈ പയ്യൻ്റെ അമ്മയ്ക്കൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ഈ പറയുമാതിരി ടോക്സിക് ആണെന്നൊക്കെ പറയുമ്പോഴും എന്തോ കമൻറ്റ് ബോക്സിൽ ഇവനെന്തോ പറഞ്ഞതിന് ഇവൻ മറുപടിയായിട്ട് എന്തോ പറഞ്ഞു. ഇവൻ്റെ ഇൻബോക്സിൽ ചെന്ന് വളരെ മോശമായിട്ട് തള്ളക്കി വിളിക്കുന്നു, അവനെ കുണ്ടാന്ന് വിളിക്കുന്നു. ശരിക്കും അഭിഷേക് ഒന്ന് ആലോചിച്ച് നോക്കുക, അവനെയാണോ നിങ്ങൾ കുണ്ടാന്ന് വിളിക്കണ്ടേ? ഇപ്പോൾ സാധാരണയായിട്ട് കുണ്ടാന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആണുങ്ങൾ ഉപയോഗിക്കുന്നതാണല്ലോ. അല്ലെങ്കിൽ നിങ്ങളല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. അവൻ്റെ അമ്മയെ വിളിക്കുന്നു. നീ എന്ത് ഫെമിനിസ്റ്റാടാ? എടാ നാറി, നീ പണ്ട് സീരിയസ് ആയിട്ട് പറയണം, പണ്ട് ഈ അഭിഷേക് ശ്രീകുമാറിൻ്റെ ഒരു ഇഷ്യൂവിൽ അഭിഷേക് ശ്രീകുമാർ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു നീ കാണിച്ച നാഗത്തരങ്ങൾ. അപ്പം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മല്ലു അജു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഇട്ട ഒരു വീഡിയോ ആദ്യം ഒന്ന് കാണാം. എന്നിട്ട് നമുക്കിതിനെപ്പറ്റി അഭിപ്രായങ്ങൾ കൂടുതൽ പറയുന്നതായിരിക്കും നല്ലത്, അല്ലേ? എന്തായാലും അഭിഷേക് ഭയങ്കര മോശമായിപ്പോയി. എന്തായാലും നമുക്കിത് കാണാം. ഇവിടുത്തെ LGBTQI കമ്മ്യൂണിറ്റിയുടെ ശബ്ദം എന്നൊക്കെ അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരുവന്റെ തനി രൂപം വെളിയിൽ വിടാനായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഇവിടെ കുറച്ച് മെസ്സേജുകൾ ഞാൻ പ്രദർശിപ്പിക്കാം. ആ മെസ്സേജ് ഒന്ന് വായിച്ചു നോക്കണം. ഞാൻ വേഗം പറഞ്ഞു പോകും, കാരണം 1.5 മിനിറ്റിൽ എനിക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കേണ്ടതായിട്ട് ഉള്ളത് കൊണ്ട്. അപ്പോ കഴിഞ്ഞ സീസൺ ബിഗ് ബോസിലെ മത്സരാർത്ഥിയായിട്ടുള്ള അഭിഷേക് ജയദീപ് ഒരു വ്യക്തിക്ക് അയച്ച മെസ്സേജുകളാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതായത് ഒരു കമന്റ് ബോക്സിൽ ആരംഭിച്ച ചർച്ച, മറ്റാരുടെയോ കമന്റ് ബോക്സിൽ ആരംഭിച്ച ചർച്ച, അത് ഇൻബോക്സിലേക്ക് നീക്കുകയും ആ ഇൻബോക്സിൽ അവിടെ കമന്റ് ഇട്ട ആ യുവാവിനെ ഏറ്റവും മോശമായിട്ട് അവന്റെ മാതാവിനെ, അവന്റെ കാമുകിയോ പെൺ സുഹൃത്തോ ആരാണെന്ന് എനിക്കറിയില്ല, ആ സുഹൃത്തിന്റെ ചിത്രമടക്കം വെച്ചുകൊണ്ട് ഏറ്റവും മോശമായിട്ട് അവഹേളിക്കുന്നു. അത് മാത്രമല്ല, കഴിഞ്ഞ സീസൺ ബിഗ് ബോസിൽ ഉണ്ടായ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു, കെ കോൺട്രവേഴ്സി എന്ന് പറയുന്നത്. കെ മുഖാന്തരം അല്ലെങ്കിൽ കെ മൂലം ഒരു വാക്ക് അഭിഷേക് ശ്രീകുമാർ ഉപയോഗിച്ചു എന്ന് പറഞ്ഞൊരു ചർച്ചയുണ്ടായിരുന്നു. അപ്പോ ആ വാക്ക് പച്ചയ്ക്ക്, ഇവരെ വിളിച്ചാൽ ഇവർക്ക് സഹിക്കാത്ത ആ വാക്ക് പച്ചയ്ക്ക് ആ യുവാവിനെ വിളിച്ചിരിക്കുകയാണ് ഈ അഭിഷേക് ജയദീപ് എന്ന് പറയുന്നത്. നീ നിന്റെ മാതാവിനെ വിറ്റാണോ ജീവിക്കുന്നതെന്ന് ചോദിക്കുന്നു, നീ നിന്റെ കാമുകിയെ വിറ്റാണ് ജീവിക്കുന്നതെന്ന് ചോദിക്കുന്നു. ഇവിടുത്തെ ഫെമിനിസ്റ്റുകൾക്ക് എന്താണ് പറയാനുള്ളത്? ഇദ്ദേഹം പണ്ട് ഒരു കമന്റ് ബോക്സിൽ നടത്തിയ ചർച്ച വൈറലായതാണ്, ശ്രദ്ധയിൽപ്പെട്ടതാണ്. ഇവിടുത്തെ ഫെമിനിസ്റ്റുകൾ ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുമാകാം എന്നുള്ളൊരു അപ്രോച്ചാണ് കാണിക്കുന്നത് എന്ന് തെളിയിക്കേണ്ടിയിരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. വേറെ 1-2 കാര്യങ്ങളുമുണ്ട്, അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. എന്തായാലും അഭിഷേക്, നീ LGBTQവിനെ പ്രതികരിച്ച് നിന്നിട്ട് അവർക്ക് വേണ്ടി സംസാരിച്ചിട്ട് നീ പല തോന്നിയവസങ്ങളും ഇതിൻ്റെ പേരിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു സൗകര്യത്തെ മുതലെടുത്തിട്ടുണ്ട്. എന്നിട്ട് നീ ഈ സ്ത്രീകളെ പറ്റി പറഞ്ഞത് ഭയങ്കര മോശമായിപ്പോയി. മാത്രമല്ല, നീ തന്നെ ആ വാക്ക് ഉപയോഗിച്ച് മറ്റൊരുത്തനെ വിളിക്കുമ്പോൾ അത് അഭിഷേക് ശ്രീകുമാർ ചെയ്തതിൽ എന്താണ് തെറ്റ്? നീയേ പറയുന്നു, പിന്നെ അയാൾ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അപ്പോൾ ഇവനൊന്നും എതിരെ ഒന്നും സംസാരിക്കാൻ ഈ റിയാസ് സലീമിനെ പോലുള്ള വലിയ ഫെമിനിയൻ സ്വഭാവം പറയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളും കാണില്ല. അതെന്തുകൊണ്ടാണ്? ഇത്തരം നാറിയ പ്രവൃത്തികൾക്ക് കൈയടിക്കാനും കൂടെ നിൽക്കാനൊക്കെ ആൾക്കാർ കാണും, അല്ലേ? സാധാരണക്കാർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവൻ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവനോട് നീ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു തീർക്കേണ്ട അഭിപ്രായങ്ങൾ നീ അവൻ്റെ ഇൻബോക്സിൽ പോയിട്ട് അവൻ്റെ തള്ളയ്ക്കും തന്തയ്ക്കും വിളിക്കുന്ന നാറിയ പരിപാടി. അത് ഇൻബോക്സിൽ പോയി തെറി വിളിക്കുന്നതൊന്നും മോശമെന്ന് ഞാൻ പറയത്തില്ല. മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാൽ മോശങ്ങൾ പറയും, സ്വാഭാവികമായിട്ടും പറയും. പക്ഷേ അവൻ നിൻ്റെ അമ്മയ്ക്കോ അച്ഛനോ പറയാത്തിടത്തോളം കാലം നീ ഫെമിനിസ്റ്റുകളെ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന നീ ഈ തന്തയിലായി അമ്മ പറയുന്നത് അഭിഷേക് കെ ജയകുമാറെ ഭയങ്കര മോശമായിപ്പോയി. നമുക്കൊരു എന്താ പറയുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് മല്ലു ഈ പറയുന്ന മിനിസ്റ്റുകൾ
അതായത് ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന കുറേ ആൾക്കാർ, ഈ അഭിഷേക് ശ്രീകുമാറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാരും കൂടി ഇതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അതും നമുക്ക് കേൾക്കണമല്ലോ. ഇവനോട് കേടെ ഫുൾ ഫോം ചോദിച്ചതിനാണ് അഭിഷേക് ശ്രീകുമാറിനെ എല്ലാരും കൂടി തെറി വിളിച്ച് സാമൂഹ്യ വിരോധിയൊക്കെ ആക്കിയത്. എന്നിട്ട് ഇപ്പോ ഇവനെതിരെ ആരെങ്കിലും പ്രതികരിക്കുമോ നമുക്ക് ഇവിടെ നോക്കാം. പറയുന്ന കറക്റ്റ് കാര്യമാണ്. ഇവ അവര് കാര്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ പറയുന്നത്. നല്ല ഫെമിനിസ്റ്റുകൾ പറയുന്ന മാത്രമാണ് ഇവിടെ കാര്യമെന്ന് പറയരുത്. കാര്യം അന്യന്റെ വീട്ടിൽ കയറി അപ്പനെ അമ്മയൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം. ഇത് അന്ന് അഭിഷേക് ശ്രീകുമാർ ഈ അഭിഷേക് ജയദേവിനെ പറ്റി ഉള്ളി വെച്ച് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തരം നാറിയ പ്രവൃത്തികൾ കാണിച്ചുകൊണ്ട് അഭിഷേക് ഒക്കെ വന്നിട്ട് ഞങ്ങൾ ഫെമിനിസ്റ്റുകൾക്ക് വേണ്ടി വിശാല ചിന്തയിലൊക്കെ ചിന്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചതിൻ്റെ ചെപ്പതിരിക്കേണ്ട അതിൻ്റെ കുറവാണ്. ഇപ്പോൾ റിയാസ് സലീമൊക്കെ വായടച്ച് മിണ്ടായിരിക്കുന്നു. ഭയങ്കര വലിയ ഫെമിനിയൻ കാര്യങ്ങളൊക്കെ പറയുന്ന ആൾക്കാരെല്ലാം വായടച്ച് മിണ്ടായിരിക്കുന്നു. എൻ്റെ ഇഷ്ടമാണ് എൻ്റെ ജീവിതം. അതുപോലെ അവൻ്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനെന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കൊണ്ടുപോയി കംപ്ലൈൻറ്റ് കൊടുക്കണം. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.